കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ നിന്നും തിരുവല്ലയിലേക്കുള്ള യാത്രാമധ്യേ മാന്നാർ ഭാഗത്ത് വെച്ച് സ്വകാര്യ ബസിനുള്ളിൽ കുഴഞ്ഞു വീണ യുവതിക്ക് രക്ഷകരായ ബസിലെ ജീവനക്കാരായ വിഷ്ണു, രഞ്ജിത്ത് എന്നിവരെ മാവേലിക്കര സബ് RT ഓഫീസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ജീവനക്കാർക്ക് ആദരവ് നൽകി. കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ നിന്നും തിരുവല്ലയിലേക്കുള്ള യാത്രാമധ്യേ മാന്നാർ ഭാഗത്ത് വെച്ച് സ്വകാര്യ ബസിനുള്ളിൽ കുഴഞ്ഞു വീണ യുവതിക്ക് രക്ഷകരായ മുഴങ്ങോടിയിൽ എന്ന ബസ്സിലെ ജീവനക്കാരായ വിഷ്ണു, രഞ്ജിത്ത് എന്നിവരെ മാവേലിക്കര സബ് RT ഓഫീസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. മുഴങ്ങോടിയിൽ എന്ന ബസ് മാവേലിക്കരയിൽ നിന്നും തിരുവല്ലയിലേക്ക് പോകവേ യുവതി മാന്നാർ കോയിക്കൽ ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണത്. ഇത് കണ്ട സഹയാത്രികർ CPR ഉൾപ്പെടെയുള്ള പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും ബസ് ഡ്രൈവർ വിഷ്ണുവും കണ്ടക്ടറായ രഞ്ജിത്തും ഉടൻ തന്നെ യുവതിയെ പരിമലയിലെ ആശുപത്രിയിൽ എത്തിക്കുകയും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുകയുമായിരുന്നു. സമൂഹത്തിന് മാതൃകയായ പ്രവൃത്തി നടത്തിയ വിഷ്ണുവിനെയും രഞ്ജിത്തിനെയും മാവേലിക്കര ജോയിന്റ് RTO MG മനോജ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ മാവേലിക്കര RTO ഓഫീസിലെ MVIമാരായ KS പ്രമോദ്, AMVIമാരായ S ഹരികുമാർ, G ദിനൂപ്, N പ്രസന്നകുമാർ എന്നിവർ പങ്കെടുത്തു. ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ ഭാരവാഹികളായ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ, സെക്രട്ടറി KM പൊന്നപ്പൻ, സംസ്ഥാന ഭാരവാഹിയായ സാബു കടുക്കോയിക്കൽ, ബിജു മുഴങ്ങോടിയിൽ, അനിൽ, ഷംസ് എന്നിവരുടെ നേതൃത്വത്തിലും ജീവനക്കാർക്ക് ആദരവ് നൽകി. സമൂഹത്തിൽ എന്നും വിമർശനങ്ങൾക്ക് മാത്രം വിധേയരാകുന്നവരാണ് സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ. എന്നാലും അവരിലും മനുഷ്യത്വമുണ്ട്, നന്മയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമാണ് നമ്മളിന്നലെ മാവേലിക്കരയിൽ കണ്ടത്. മാവേലിക്കരയിൽ മോട്ടോർ വാഹന വകുപ്പിലെ ഒരു ജീവനക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഏവർക്കും ഡിപ്പാർട്ട്മെൻറ്റിനും ഞങ്ങൾക്കുമെല്ലാം അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു അത്. മറ്റൊന്നുമല്ല, എന്നും നമ്മൾ എപ്പോഴും പല പരാതികളും ഒക്കെ വരുമ്പോഴും ഇവരിൽ നന്മകളുണ്ടെന്നുള്ള തിരിച്ചറിയാൻ മാവേലിക്കരയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി അതിൽ അവർ ഭാഗമാക്കായെന്നുള്ള ഒരു അതിൽ കൂടി അവർ സമൂഹത്തിന് നല്ലൊരു സന്ദേശം തന്നെ നൽകിയിരിക്കുകയാണ്. നമ്മളുടെ ഡ്രൈവർ പിന്നെ നമ്മുടെ വിഷ്ണു, അതുപോലെ തന്നെ നമ്മളുടെ കണ്ടക്ടർ രഞ്ജിത്ത്, ഇവർ രണ്ടുപേരും നമ്മുടെ മുഴങ്ങോടിൽ ബസ്സിൽ ആയിരുന്നു. ഇന്നലെ വരുന്ന സമയത്താണ് യാദൃശ്യമായ ഒരു സ്ത്രീക്ക് അതിൽ വെച്ച് ഇതുപോലെ പെട്ടെന്ന് വയ്യാഴിക വരികയും ഇവരുടെ സമയോചിതമായ ഇടപെടൽ കാരണം ഇവർക്ക് അവരുടെ ജീവൻ തിരിച്ചു കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുപോയത്. അതായത് മാന്നാർ.